ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ലേണിംഗ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സെറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 55 ചോദ്യങ്ങൾ വിവിധ പാർട്ടുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പുതിയൊരു ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. 56ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. റെഡിയല്ലേ? അപ്പൊ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ക്ലാസ് കഴിഞ്ഞാൽ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങൾ എഴുതി കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. പുതിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം, ഇനി എന്താണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. 56ാമത്തെ ചോദ്യം മുതൽ നമ്മൾ തുടങ്ങുകയാണ്. കാവുങ്കര ഭാർഗവി താഴെ പറയുന്ന ഏത് നാടകത്തിലെ നടിയായിരുന്നു? പറഞ്ഞേ, കാവുങ്കര ഭാർഗവി. ലൈവ് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളൊക്കെ എന്ത് ഉഷാറായിട്ട് ഉത്തരം പറയണേ, കാരണം അവർക്ക് ഇപ്പൊ നാടകം എടുത്തോണ്ടിരിക്കുകയാണ്. കാവുങ്കര ഭാർഗവി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ഋതുമതി, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, തൊഴിൽ കേന്ദ്രത്തിലേക്ക്. യോഗക്ഷേമ നാടകങ്ങളിൽ ഉൾപ്പെടുന്ന നാടകങ്ങളാണ് ഇവയെല്ലാം, അല്ലെ? യോഗക്ഷേമ നാടകങ്ങളിൽ ഉൾപ്പെടുന്ന നാടകങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഇതിലെ കാവുങ്കര ഭാർഗവി ഏതിലേതാണ്? തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമായിരുന്നു, കേന്ദ്ര കഥാപാത്രമായിരുന്നു ആര്? കാവുങ്കര ഭാർഗവി എന്നുള്ള കഥാപാത്രം, അല്ലെ? നമ്മള് സാമൂഹ്യ ചരിത്ര നാടകങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ നാടകങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, യോഗക്ഷേമ നാടകങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലേ? മറിയാമ്മ നാടകം മുതലാണ് നമ്മളത് പറഞ്ഞു തുടങ്ങിയത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തിലേക്ക്, PT ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 1930. MR ഭട്ടതിരിപ്പാടിന്റെ ഏതാണ് നാടകം? MR ഭട്ടതിരിപ്പാടിന്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്നുള്ള തിരിപ്പാട്. ഓക്കെ, ഇനി ഋതുമതി എന്നുള്ള നാടകം ആരുടേതാണ്? പ്രേംജി. MP ഭട്ടതിരിപ്പാടിന്റേതാണ് ഏത്? ഋതുമതി എന്നുള്ള നാടകം. ഇനി തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള നാടകത്തിന്റെ പ്രത്യേകത എന്താ? തൊഴിൽ കേന്ദ്രത്തിലേക്ക് വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ തുടർച്ചയായോ വളർച്ചയായിട്ടോ കാണാവുന്ന ഒരു നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക്. 1948 പുരോഗമന മനസ്സുള്ള ഒരു കൂട്ടം വനിതകള് അന്തർജന സമാജത്തിന്റെ നേതൃത്വത്തിലാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള നാടകം അവതരിപ്പിക്കുന്നത്. അതായത് ഈ നാടകം രചിച്ചിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും അഭിനയിച്ചിരിക്കുന്നതും നാടകത്തിന്റെ അണിയറ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് ആരാണ്? സ്ത്രീകൾ മാത്രമാണ് എന്നുള്ളതാണ് ഏത് നാടകത്തിന്റെ പ്രത്യേകത? തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള നാടകത്തിന്റെ പ്രത്യേകത. നമ്പൂതിരി സ്ത്രീ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് ഏത് നാടകം? തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള നാടകം. കാവുങ്കോട് ഭാർഗവി അല്ലെങ്കിൽ കാവുങ്കര ഭാർഗവിയുടെ ജീവിതം ആസ്പദമാക്കിയിട്ടാണ് ഈ നാടകം രചിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ കാവുങ്കര ഭാർഗവി എന്നുള്ളത് ഏത് നാടകത്തിലെ നടിയായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കാവുങ്കോട് ഭാർഗവി അല്ലെങ്കിൽ കാവുങ്കര ഭാർഗവിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ നാടകം എടുത്തിരിക്കുന്നത്. നാടകത്തിലെ എന്താണ് നായികയുടെ പേര്? നാടകത്തിലെ കാവുങ്കര ദേവസേന എന്നാണ് കേട്ടോ നാടകത്തിലേക്ക് വന്നപ്പോൾ കഥാപാത്രത്തിന്റെ പേരായത്. ഓക്കെ, കർണാടകയിലെ ഏത് ഉൾനാടൻ ഗ്രാമത്തിലേക്ക് കാശിനു വേണ്ടി വിവാഹം എന്ന പേരില് തന്നെ കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ കാവുങ്കര ദേവസേന എന്ന സ്ത്രീയെ വീട് വിട്ടിറങ്ങുകയും തൊഴിൽ കേന്ദ്രം അവൾക്ക് അഭയം നൽകുകയും ചെയ്തതാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള നാടകത്തിന്റെ ഇതിവൃത്തം. ക്ലിയർ അല്ലേ? ആര്യപിള്ളൊക്കെ ഈ നാടകത്തിന്റെ പിന്നിലെ അണിയറയിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ്. സാമൂഹിക പ്രവർത്തകയും അന്തർജന സമാജത്തിന്റെ ഒക്കെ പ്രധാന വക്താവുമായിട്ടുള്ള ആര്യപിള്ള. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 57ാമത്തെ ചോദ്യം. വെട്ടും തിരുത്തും, രക്തം കലർന്ന മണ്ണ് എന്നീ ചെറുകഥാ സമാഹാരങ്ങൾ രചിച്ചതാര്? നല്ല ചോദ്യം. തകഴി ശിവശങ്കരപിള്ള, വയലാർ രാമവർമ്മ, പൊൻകുന്നം വർക്കി, ഉറൂബ്. ആരാണ് വെട്ടും തിരുത്തും എന്നുള്ള ചെറുകഥാ സമാഹാരം രചിച്ചിരിക്കുന്നത്? വെട്ടും തിരുത്തും എന്നുള്ള ചെറുകഥാ സമാഹാരം രചിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. വെട്ടും തിരുത്തും ആരുടേതാണ്? വെട്ടും തിരുത്തും എന്നുള്ള ചെറുകഥാ സമാഹാരം ബി ഡൗട്ടാണ്. തകഴി, വയലാറ്, പൊൻകുന്നം വർക്കി, ഉറൂബ്. യെസ്, അത് വയലാർ രാമവർമ്മയുടെ ചെറുകഥാ സമാഹാരാണ് വെട്ടും തിരുത്തും
പഠിക്കും. വയലാറിന്റെ കവിതകൾ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ എന്ത് നോക്കണം? ചെറുകഥയും നോക്കണം. ചോദ്യം വന്നു കണ്ടില്ലേ? യെസ്. വെട്ടും തിരുത്തും ആരുടേതാണ്? വയലാർ രാമവർമ്മയുടേതാണ്. വയലാർ രാമവർമ്മയുടെ ചെറുകഥാ സമാഹാരങ്ങളാണ്. ഇനി തകഴിയുടെ പ്രധാനപ്പെട്ട കഥകൾ ഏതൊക്കെയാ? തകഴിയുടെ പ്രധാനപ്പെട്ട കഥകൾ ഏതൊക്കെയാ മക്കളെ? തകഴിയുടെ ഏതെങ്കിലും ഒരു കഥ? വെള്ളപ്പൊക്കം. ഏറ്റവും ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന കഥ വെള്ളപ്പൊക്കാണ് അല്ലെ? തകഴിയുടെ. യെസ്. തകഴിയുടെ വെള്ളപ്പൊക്കത്തിലെ പതിവ്രത, പ്രതിജ്ഞ, നിത്യകന്യക, 21-ാം നൂറ്റാണ്ട്, ഇതൊക്കെ ആരുടേതാണ്? തകഴിയുടെ പ്രധാനപ്പെട്ട കഥകളാണ്. വെള്ളപ്പൊക്കത്തിലുണ്ട്, പതിവ്രതയുണ്ട്, പ്രതിജ്ഞ, ഇൻകുലാബ്, നിത്യകന്യക, 21-ാം നൂറ്റാണ്ട്, ഇതൊക്കെ തകഴിയുടെ പ്രധാനപ്പെട്ട കഥകളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ. തകഴിയുടെ ആദ്യത്തെ കഥ ഏതാ? സാധുക്കളാണ് തകഴിയുടെ ആദ്യത്തെ കഥ. ആദ്യത്തെ കഥ ഏതാണ്? സാധുക്കള്. തകഴി മലയാളത്തിലെ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? അല്ലെങ്കിൽ കഥയെഴുത്തിൽ തകഴിയെ സ്വാധീനിച്ച വൈദേശിക എഴുത്തുകാരൻ ആരാണ്? യെസ്, വെരി ഗുഡ്. മോപ്പസാങ് ആണ്. മലയാള സാഹിത്യത്തിലെ മോപ്പസാങ് എന്നറിയപ്പെടുന്ന ആരാണ്? തകഴിയാണ് അല്ലെ? ഇനി അടുത്തത് പൊൻകുന്നം വർക്കിയാണ്. ഏതൊക്കെയാണ് പൊൻകുന്നം വർക്കിയുടെ കഥകള്? ശബ്ദിക്കുന്ന കലപ്പ അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട കഥയാണ്. ഓക്കെ. വിട്ടുപോയ കാര്യം. ഇനി പൊൻകുന്നം വർക്കിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥയുണ്ടല്ലോ, സർസിപ്പിയുടെ നയങ്ങളെ ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന പൊൻകുന്നം വർക്കിയുടെ കഥ ഏതാ? മോഡൽ. വെരി ഗുഡ്. മോഡൽ എന്നുള്ള കഥ. ഓക്കെ. ഇനി ഉറൂബിന്റെ പ്രധാനപ്പെട്ട കഥകൾ ഏതൊക്കെയാ? കതിർക്കറ്റ, വെളുത്ത കുട്ടി, എപ്പോഴും ചോദിക്കുന്നതാണ് വെളുത്ത കുട്ടി, നീർച്ചാലുകൾ, ഇതൊക്കെ ആരുടേതാണ്? ഉറൂബിന്റേതാണ്. രാച്ചിയമ്മയ്ക്ക് ഉറൂബിന്റേതാണ്. ഓക്കെ. അപ്പൊ വെട്ടും തിരുത്തും, രക്തം കലർന്ന മണ്ണ് എന്നീ ചെറുകഥാ സമാഹാരങ്ങൾ ആരുടേതാണ്? വയലാർ രാമവർമ്മയുടേതാണ്. 58ാമത്തെ ചോദ്യം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പാണിനീയ പ്രത്യോദം എന്ന വ്യാകരണ കൃതിയുടെ കർത്താവാര്? IC ചാക്കോ, NN മൂസത്, CV വാസുദേവ ഭട്ടതിരി, ഫാദർ ജോൺ കുന്നപ്പള്ളി. പറയൂ, വേഗം പറയൂ മക്കളെ. ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് പാണിനീയ പ്രത്യോദം എന്നാണ് ആ കൃതിയുടെ പേര്. അതൊരു വ്യാകരണ കൃതിയാണ്. ആരാണ് ഈ കൃതി എഴുതിയത് എന്നുള്ളതാണ് ചോദ്യം. IC ചാക്കോയാണോ? NN മൂസതാണോ? CV വാസുദേവ ഭട്ടതിരിയാണോ? ആരാണ് ഈ കൃതി എഴുതിയത്? എന്താണ് ഒന്നും ഉണ്ടാത്തത്? ഉത്തരം പറഞ്ഞേ. ആരാണ് എഴുതിയത്? ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലൂ ചോദിക്കാമെന്ന്. ചോദിച്ചാൽ മാത്രമേ ഞാൻ ക്ലൂ പറയുള്ളൂ. ചോദ്യം ചോദിക്കാൻ എനിക്ക് നല്ല മിടുക്കാം. ക്ലൂ ചോദിക്കുന്നവർക്ക് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കുള്ളൂ. ഞാൻ ക്ലൂ ചോദിക്കാത്ത പിള്ളേരെ ആദ്യമായിട്ട് കാണാട്ടാ. പറഞ്ഞേ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ബഹുഭാഷാ പണ്ഡിതനായിട്ടുള്ള വ്യക്തി ആരാണ്? സാങ്കേതിക സംജ്ഞകൾ എന്നുള്ള ലേഖന പരമ്പര എഴുതപ്പെട്ടിട്ടുള്ള ആള്. പാണിനി പ്രത്യോദം, പാണിനി സൂത്രങ്ങളുടെ സമഗ്രമായിട്ടുള്ള വ്യാഖ്യാനം. ഇദ്ദേഹത്തിനാണ് മലയാളത്തിലെ 2ാമത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തിനാണ്. കൃഷി വിഷയങ്ങൾ എന്ന പേരിൽ കൃതി എഴുതിയിട്ടുണ്ട്. ജീവിത സ്മരണകൾ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. ചില ശബ്ദങ്ങളും അവയുടെ രൂഢാർത്ഥങ്ങളും ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. അറിയോ? അത് IC ചാക്കോയാണ്. IC ചാക്കോ. കിട്ടിയോ മക്കളെ? IC ചാക്കോ. ഓക്കെ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം, 59ാമത്തെ ചോദ്യം. റോബർട്ട് കാൾഡ്വെല്ലിന്റെ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദി ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, ഇതൊരു വലിയ പേരല്ലേ, എന്ന കൃതിയെ
ദ്രാവിഡ ഭാഷ വ്യാകരണം എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആര്? എന്ന കൃതിയെ ദ്രാവിഡ ഭാഷ വ്യാകരണം എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആര്? നോക്കിയ വിവർത്തനം എന്നുള്ള ഏരിയ നോക്കാണ്ട് ഒരാള് വിട്ടിട്ടുണ്ട് ചിക്കെ എത്ര ചോദ്യം വന്നത് ഇപ്പോ. ഏതിലൂടെ പോയാലും അവസാനിക്കുന്നത് വിവർത്തനത്തിലാ. റോബർട്ട് കാൾഡ്വെല്ലിന്റെ കൃതിയാണ് കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് എന്നുള്ളത്. ഈ കൃതിയെ ദ്രാവിഡ ഭാഷ വ്യാകരണം എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഗോദവർമ്മയാണോ, CL ആന്റണി ആണോ, SK നായരാണോ, KM ജോർജ് ആണോ? കൂടുതൽ കൺഫ്യൂഷൻ ഞാൻ വെക്കുന്നില്ല, ഡോക്ടർ SK നായരാണ് കേട്ടോ. ദ്രാവിഡ ഭാഷ വ്യാകരണം എന്ന പേരിലെ ആ കൃതി വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ SK നായരാണ്. ഡോക്ടർ SK നായർ ദ്രാവിഡ ഭാഷ വ്യാകരണം എന്ന പേരിലെ വിവർത്തനം ചെയ്തത് ആരാണ്? SK നായർ. കാൾഡ്വെല്ലിന്റെ കൃതിയുടെ പേര് ഒന്നും കൂടി പറഞ്ഞു നോക്കിയേ. കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്. ഓക്കെ, ഡോക്ടർ SK നായർ. ക്ലിയർ അല്ലേ? SK നായർ. ക്ലിയർ? യെസ്. ഈ ഡോക്ടർ SK നായരാണ് കേട്ടോ കമ്പരാമായണം. കമ്പരാമായണം തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ SK നായരാണ്. ഡോക്ടർ SK നായർ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മറക്കാത്ത കഥകൾ. മറക്കാത്ത കഥകൾ. ടാബിൽ എഴുതുന്നതുകൊണ്ടാണ് കേട്ടോ കൈയക്ഷരം ഇങ്ങനെയൊക്കെ. സംസ്കാര കേദാരം ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. സംസ്കാര കേദാരം. സംസ്കാര കേദാരം ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ക്ലിയർ അല്ലേ? യെസ്. 60ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. പേശാമടന്ത ആലപ്പുഴ വെള്ളം പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരം നിന്നെ കുറിച്ച് എഴുതുമ്പോൾ സമകാലിക കവിത അല്ലെങ്കിൽ ഉത്തരാധുനിക കവിതയുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണിത്. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, കവിത ഇമ്പോർട്ടന്റ് ആണ്. അമൃത, VM ഗിരിജ, ജ്യോതിബായി പരിയാടത്തുനിന്നാണ്. അനിത തമ്പി. പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരങ്ങൾ ആരുടെയാ? റിപ്പീറ്റഡ് ആണത്. ആരുടെയും മക്കളെ? 2 അല്ല, ഇവിടെ നോക്കുകയാണെന്ന് C2 എന്ന് നമുക്ക് പറയാം. VM ഗിരിജയുടേതാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ അനിത തമ്പിയുടേതാണ് ഏത്? ആലപ്പുഴ വെള്ളം എന്നുള്ളത്. അപ്പൊ B4 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇത് B ആണ്. C2 ഇതാണ്. അപ്പൊ ആൻസർ ഏതാണ്? പരീക്ഷയിലെ ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ്. പേശാമടന്ത എന്നുള്ളത് ആരുടെ കവിതയാ? പേശാമടന്ത എന്നുള്ളത് യെസ്, ജ്യോതിബായി പരിയാടത്തിന്റെ കവിതയാണ്. ആലപ്പുഴ വെള്ളം അനിത തമ്പിയുടേതാണ്. പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരം VM ഗിരിജയുടേതാണ്. നിന്നെ കുറിച്ച് എഴുതുമ്പോൾ എന്നുള്ള കവിത എഴുതിയത് ആരാണ്? അമൃതയാണ്. നിന്നെ കുറിച്ച് എഴുതുമ്പോൾ എന്നുള്ള കവിത ആരുടേതാണ്? അമൃതയുടേതാണ്. നിന്നെ കുറിച്ച് എഴുതുമ്പോൾ എന്നുള്ള കവിത. ക്ലിയർ അല്ലേ? ഞാനപ്പോ ചോദിക്കട്ടെ മക്കളെ, പ്രണയം ഒരു ആൽബം ആരുടേതാ? VM ഗിരിജയുടെ കവിതകളാണ്. VM ഗിരിജയുടെ. VM ഗിരിജ. ഏത്? പ്രണയം ഒരാൽബം. പ്രണയം ഒരാൽബം. ജീവജലം. ജീവജലം. പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരം ആരുടേതാണ്? VM ഗിരിജയുടേതാണ്. ഇനി ലോഭമുദ്ര. ലോഭമുദ്ര VM ഗിരിജയുടേതാണ്. ലോഭമുദ്ര എന്നുള്ളത്. ഓക്കെ, ഇനി തച്ചൻ മകളോട് എന്നുള്ള കവിത. തച്ചൻ മകളോട്. ആ കവിതയും ആരുടേതാണ്? യെസ്, VM ഗിരിജയുടെ കവിതയാണ്. VM ഗിരിജയുടെ കവിതയാണ്. ഇനി ആരുടെ കവിതയെ നോക്കാളെ? അനിതാ തമ്പി. അനിതാ തമ്പി. മുറ്റമടിക്കുമ്പോൾ. അനിതാ തമ്പിയുടെ കവിതയാണ്. ഏത്? മുറ്റമടിക്കുമ്പോൾ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കവിത ഏതാണ്? അഴകില്ലാത്തവയെല്ലാം. ആരുടേതാണ്? അനിതാ തമ്പിയുടെ കവിതയാണ്. അനിതാ തമ്പി. ക്ലിയർ അല്ലേ? ഇനി അമൃത. അമൃതയുടെ നിന്നെ കുറിച്ച് എഴുതുമ്പോൾ എന്നുള്ള കവിതയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അഗ്നിച്ചിലമ്പ്. അഗ്നിച്ചിലമ്പ്. നദികൾ. അഗ്നിച്ചിലമ്പ്, നദികൾ. രാത്രിയോട് പറയുന്നത്. രാത്രിയോട് പറയുന്നത്. ജന്മം തീരുവോളം.
ജന്മം തീരുവോളം. ഇതൊക്കെ ആരുടെ കവിതകളാണ്? അമൃതയുടെ കവിതകളാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. പേശാമടന്ത എന്നുള്ളത് ജ്യോതിബായി പരിയാടത്തിന്റെ കവിതയാണ് എന്നുള്ള കാര്യവും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 61ാമത്തെ ചോദ്യം. ആലത്തൂർ മണിപ്രവാളത്തെ സാധൂകരിക്കാൻ ലീലാതിലകകാരൻ പറയുന്ന സൂത്രം ഏത്? ആലത്തൂർ മണിപ്രവാളത്തെ സാധൂകരിക്കാൻ ലീലാതിലകകാരൻ പറയുന്ന സൂത്രം ഏത്? അപ്പൊ ലീലാതിലകവുമായി ബന്ധപ്പെട്ട് മൂന്ന് ചോദ്യങ്ങൾ വന്നേ. സാമേ മധ്യം തതുത്തമം ഭാഷാരസപ്രാധാനേ ഭാഷാപ്രധാനേ രസസാമാന്യേ ന്യൂനതേ അധമം. ആലത്തൂർ മണിപ്രവാളം. ആലത്തൂർ മണിപ്രവാളത്തിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ള കാര്യം തന്നെ ആദ്യം ആലോചിക്കുക. ആലത്തൂർ മണിപ്രവാളം അത് ആലോചിച്ചാൽ തന്നെ കിട്ടും നമുക്ക്. ആലത്തൂർ മണിപ്രവാളം അങ്ങനെ തന്നെ ആലോചിക്കുക. ആലത്തൂർ മണിപ്രവാളം വൈദ്യശാസ്ത്ര വിഷയം പ്രതിപാദിക്കുന്ന പഴയ ഒരു കൃതിയാണ് ഏത്? യെസ്, ആലത്തൂർ മണിപ്രവാളം. ആലത്തൂർ മണിപ്രവാളം അധമ മണിപ്രവാള കൃതിയാണ്. അധമ മണിപ്രവാള കൃതിയാണ് ഏത്? ആലത്തൂർ മണിപ്രവാളം. അധമ മണിപ്രവാളമാണ് എങ്കിൽ അത് ഏതിൽ പെടും? ന്യൂനത്തെ അധമം എന്നതിൽ പെടും. ന്യൂനത്തെ അധമം എന്നതിലാണ് പെടുന്നത്. ക്ലിയർ അല്ലേ? ന്യൂനത്തെ അധമം എന്നതിലാണ് പെടുന്നത്. ഓക്കെ, ലീലാതിലകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? സാമ്യമദ്ധം തതുത്തമം ഭാഷാരസപ്രാധാന്യേ ഭാഷാപ്രാധാന്യേ രസസാമാന്യേ. ഇനി ന്യൂനത്തെ അധമം എന്നുള്ളതാണ് അധമ മണിപ്രവാളം. ആലത്തൂർ മണിപ്രവാളം അധമ മണിപ്രവാളത്തിലാണ് പെടുന്നത്. അതുകൊണ്ട് അധമ മണിപ്രവാളത്തിന്റെ സൂത്രം ഏതാണ്? ന്യൂനത്തെ അധമം എന്നുള്ളതാണ്. ഇനി അന്യഭാഷാബ്ദിയിൽ ആണ്ടുമുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ വേലപാടിൽ എന്നെഴുതിയ കവി ആരാണ്? അന്യഭാഷാബ്ദിയിൽ ആണ്ടുമുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ വേലപാടിൽ ആരാണ് അവതരിപ്പിച്ചത്? ആരാണ്? അന്യഭാഷാബ്ദിയിൽ ആണ്ടുപുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പാടിയത് ആരാണ്? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഗസ്സെങ്കിലും ചെയ്ത് നോക്കൂ മക്കളെ, കിട്ടേണ്ടതാണല്ലോ. ആൻസർ കീ ചലഞ്ചിൽ പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ആൻസർ കീ ചലഞ്ചിൽ പോയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആൻസർ കീ ചലഞ്ചിൽ പോയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അന്യഭാഷാബ്ദിയിൽ ആണ്ടുമുങ്ങിയ. നോക്കൂ, വൈലോപ്പിള്ളി എന്നുള്ള ആൻസർ ആണ് ആൻസർ കീയിൽ വന്നത്. വൈലോപ്പിള്ളി എന്നുള്ള ആൻസർ ആണ് ഏതിലെ ആൻസർ കീയിൽ വന്നത്. പക്ഷെ ഇത് തെറ്റാണ്. ഇത് ആരുടെ വരികളാണ്? വള്ളത്തോളിന്റെ വരികളാണ്. വള്ളത്തോൾ എന്നുള്ളതാണ് ശരിയായത്. സാഹിത്യമഞ്ജരി 7ാം ഭാഗത്തിലെ എന്റെ ഭാഷ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിന്റെ പെറ്റമ്മ തൻ ഭാഷതാൻ എന്ന് പറയുന്ന എന്റെ ഭാഷാ കവിതയില്ലേ? എന്റെ ഭാഷാ കവിതയിലെ വരികളാണ് അന്യഭാഷാബ്ദിയിൽ ആണ്ടുമുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ വേലപാടിൽ എന്നുള്ള വരികൾ. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി, വള്ളത്തോൾ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, 63ാമത്തെ ചോദ്യം. മയൂര സന്ദേശത്തിന് AR എഴുതിയ ആമുഖം വ്യാജസ്തുതിയാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരെ? മയൂര സന്ദേശത്തിന് AR എഴുതിയ ആമുഖം വ്യാജസ്തുതിയാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരെ? കുട്ടികൃഷ്ണമാരാർ, ജോസഫ് മുണ്ടശ്ശേരി, MP പോൾ കേസരി. മയൂര സന്ദേശത്തിന് AR എഴുതിയ ആമുഖം. മയൂര സന്ദേശം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ സന്ദേശകാവ്യമാണ്. ആധുനിക സന്ദേശകാവ്യം എന്നറിയപ്പെടുന്നതാണ്. അതിന് AR ആണ് അവതാരിക എഴുതിയത്, ആമുഖം എഴുതിയത്. അതൊരു വ്യാജസ്തുതിയാണ് എന്ന് പറഞ്ഞത് ആരാണെന്നറിയോ? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരിയെ കുറിച്ചുള്ള 2ാമത്തെ ചോദ്യം. ഓക്കെ, ജോസഫ് മുണ്ടശ്ശേരി. മയൂര സന്ദേശത്തിന് AR എഴുതിയ ആമുഖം വ്യാജസ്തുതിയാണ്. ജോസഫ് മുണ്ടശ്ശേരി. ഓക്കെ, 64ാമത്തെ ചോദ്യം. ദളിതൻ എന്ന ആത്മകഥ എഴുതിയതാര്? എത്ര വട്ടം ഇതിപ്പോ റിപ്പീറ്റ് ചെയ്യുന്നു? 2024, 25 എത്ര വട്ടം ഈ ചോദ്യം ജനറൽ PSCക്ക് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? ദളിതൻ എന്നുള്ള ആത്മകഥ എഴുതിയതാരാ? ദളിതൻ എന്നുള്ള ആത്മകഥ KK കൊച്ചിന്റെ ആത്മകഥയാണ്.
ദളിതൻ എന്നുള്ള ആത്മകഥ എഴുതിയത് ആരാണ് മക്കളെ? കെ കൊച്ചാണ് ദളിതൻ എന്നുള്ള ആത്മകഥ എഴുതിയത്. ദളിതൻ എന്നുള്ള ആത്മകഥ ആരുടേതാണ്? കെ കൊച്ചിന്റെ ആത്മകഥയാണ് ദളിതൻ. പരീക്ഷയ്ക്ക് ഇതൊക്കെ എപ്പോഴും ഇപ്പൊ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, പ്രദീപൻ പാമ്പരിക്കുന്ന്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കേണ്ടത്? അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മാഷ് മരിച്ചുപോയി. ഞാൻ എംഫിൽ പഠിക്കുന്ന സമയത്താണ് മാഷ് മരിക്കുന്നത് വാഹനാപകടത്തില്. പ്രദീപൻ പാമ്പരിക്കുന്ന് പറഞ്ഞേ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവൽ ഉണ്ടല്ലോ, നോവല് എരി എന്നുള്ള നോവൽ അദ്ദേഹത്തിൻ്റെതാണ്. പ്രദീപൻ പാമ്പരിക്കുന്നിൻ്റെതാണ് എരി. ഓക്കെ, പിന്നെ ദളിത് പഠനം, സ്വത്വം, സംസ്കാരം, സാഹിത്യം, അത് അദ്ദേഹത്തിൻ്റെതാണ്. ദളിത് പഠനം, സ്വത്വം, സംസ്കാരം, സാഹിത്യം. പിന്നെ ദളിത് സൗന്ദര്യ ശാസ്ത്രം ആരുടേതാണ്? പ്രദീപൻ പാമ്പരിക്കുന്നിന്റെ കൃതിയാണ്. ഓക്കെ, പ്രദീപൻ പാമ്പരിക്കുന്നിന്റെ കൃതിയാണ്. ഇനി അടുത്തത് KC പുരുഷോത്തമൻ. ദളിതുമായി ബന്ധപ്പെട്ടിട്ട് KC പുരുഷോത്തമന്റെ പ്രധാനപ്പെട്ട പുസ്തകത്തിന്റെ പേരെന്താ? KC പുരുഷോത്തമൻ. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരെന്താ? ദളിത് സാഹിത്യ പ്രസ്ഥാനം. ദളിത് സാഹിത്യ പ്രസ്ഥാനം ആരുടേതാ? KC പുരുഷോത്തമന്റെ കൃതിയാണ് ദളിത് സാഹിത്യ പ്രസ്ഥാനം. ഇനി കവിയൂർ മുരളി അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരെന്താ? ദളിത് പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു കേട്ടോ, കവിയൂർ മുരളിയുടെ പ്രധാനപ്പെട്ട കൃതിയുടെ പേര്, കുറെ കവിതകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അതിലെ ദളിത് ഭാഷ എന്നുള്ള ഓക്കെ, പിന്നെ ദളിത് സാഹിത്യം എന്നുള്ള പഠനം, ദളിത് ഭാഷ, ദളിത് സാഹിത്യം, ദളിത് ഭാഷ നിഘണ്ടു, ഇതൊക്കെ ആരുടേതാ? കവിയൂർ മുരളിയുടേതാണ്. ദളിതർക്ക് എഴുതിയ സുവിശേഷം, അത് അദ്ദേഹത്തിന്റെ കൃതിയാണ്, ദളിതർക്ക് എഴുതിയ സുവിശേഷം. ഇനി കവിയൂർ മുരളിയുടെ പ്രധാനപ്പെട്ട ഒരു നോവൽ ഉണ്ടല്ലോ, അയ്യങ്കാളിപ്പട. ആരുടേതാണ്? കവിയൂർ മുരളിയുടെ നോവലാണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട് കമ്മ്യൂണിസം എന്നതിനെ തിരിച്ചിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. മ്യൂണിസംക ആത്മകഥയാണേ. ഓക്കെ, ഞാനത് വായിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ആത്മകഥയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, ഈ ചോദ്യം ക്ലിയർ ആയല്ലോ. ഈ ദളിതുമായി ബന്ധപ്പെട്ട്, ദളിത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്, ദളിത് സ്ത്രീ പരിസ്ഥിതി സാഹിത്യം നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിൽ ദളിതുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൃതികളൊക്കെ ചോദിച്ചിട്ട് ഈ പേരുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, പഠിക്കണം. 65ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ളയുടേതല്ലാത്ത കൃതി ഏത്? ലക്ഷ്മി കല്യാണം, ശബ്ദധാരാവലി, ധർമ്മഗുപ്ത വിജയം, മദന കാമചരിതം. പറയൂ, വേഗം പറയൂ. പറഞ്ഞേ, ശബ്ദധാരാവലി, ധർമ്മഗുപ്ത വിജയം, മദന കാമചരിതം. ഇതൊക്കെ ആരുടെ കൃതികളാ മക്കളെ? ഇതൊക്കെ ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ളയുടെ കൃതികളാണ്. ലക്ഷ്മി കല്യാണം എന്നുള്ള കൃതി ഇദ്ദേഹത്തിൻ്റെതല്ല. ലക്ഷ്മി കല്യാണം എന്നുള്ള കൃതി ഇവര് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? പുസ്തകത്തിന്റെ പേരാണോ എന്നുള്ളതൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ലക്ഷ്മി കല്യാണം എന്തായാലും ആരുടേതല്ല. യെസ്, ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ളയുടേതല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ഇത് ആരുടെ കൃതിയാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല. ചിലപ്പോൾ ഒരേ പേരിൽ തന്നെ പലരും എഴുതിയിട്ടുണ്ടാവും. ഈ ചോദ്യത്തിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനത് ഇപ്പൊ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ലക്ഷ്മി കല്യാണം. ഓക്കെ, ലക്ഷ്മി കല്യാണം. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അടുത്തത്, ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല, CV-യുടെ ഏത് കഥാപാത്രത്തിന്റെ വാക്കുകൾ? ഇത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത് പോയി, എങ്കിലും നോക്കുവോ, CV-യുടെ നോവലുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല, CV-യുടെ ഏത് കഥാപാത്രത്തിന്റെ വാക്കുകൾ? ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. എന്നാലും നിങ്ങളൊന്ന് പറഞ്ഞേ, CV-യുടെ ഏത് കഥാപാത്രത്തിന്റെ വാക്കുകളാണിത്? യെസ്, ചന്ദ്രക്കാരനാണോ, ഉഗ്രഹരി പഞ്ചാരനാണോ, കേശവനുണ്ണിത്താനാണോ?
പറപ്പാണ്ടയാണോ? ഓപ്ഷൻ എ അല്ല കേട്ടോ, എന്തായാലും ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ എ അല്ല. യെസ്, കേശവൻ ഉണ്ണിത്താനാണ്. കേശവൻ ഉണ്ണിത്താൻ, കേശവൻ ഉണ്ണിത്താൻ. നോട്ട് ചെയ്യണം, പഠിക്കണം. കേശവൻ ഉണ്ണിത്താന്റെ വാക്കുകളാണ്. അപ്പൊ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല എന്ന് CV കൃതികളെ കുറിച്ച് പഠിച്ചതാരാ? CV കൃതികളെ കുറിച്ച് ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല എന്ന പേരിലെ പഠനം തയ്യാറാക്കിയതാരാ? എന്തായാലും ഇവിടെ അത് ചോദിച്ചതാണല്ലോ. ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല ആരുടേതാണ്? ഡോക്ടർ കെ ഭാസ്കരൻ നായർ, അദ്ദേഹത്തിൻ്റെതാണ് ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല. ഇനി കേശവൻ ഉണ്ണിത്താൻ എന്നുള്ള കഥാപാത്രം എവിടെയാണ് വരുന്നത്? രാമരാജ ബഹദൂറിന്റെ കഥാപാത്രമാണ് ആര്? കേശവൻ ഉണ്ണിത്താൻ. ക്ലിയർ അല്ലേ? യെസ്, ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല CV-യുടെ ഏത് കഥാപാത്രത്തിന്റെ വാക്കുകളാണ്? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 67ാമത്തെ ചോദ്യം. നാട്യകൽപദ്രുമം ഏത് കലാരൂപത്തെ സംബന്ധിച്ചുള്ള കൃതിയാണ്? നാട്യകൽപദ്രുമം ഏത് കലാരൂപത്തെ സംബന്ധിച്ചുള്ള കൃതിയാണ്? നാട്യകൽപദ്രുമം ഇമ്പോർട്ടന്റ് ആണ്, കൂടുതലൊന്നും അതിൽ പറയാനില്ല. ഇമ്പോർട്ടന്റ് ആണ് എന്ന് തന്നെ പറയണം. നാട്യകൽപദ്രുമം പറഞ്ഞേ, നാട്യകൽപദ്രുമം. യെസ്, നാട്യകൽപദ്രുമം എന്നുള്ളത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട കൃതിയാണ്. ഏത്? നാട്യകൽപദ്രുമം. ആരാണ് നാട്യകൽപദ്രുമം എഴുതിയത്? മാണി മാധവ ചാക്യാരാണ് നാട്യകൽപദ്രുമം എഴുതിയത്. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട കൃതിയാണ്. ഓക്കെ, നാട്യകൽപദ്രുമം മാണി മാധവ ചാക്യാർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മാണി മാധവ ചാക്യാർ ദി മാസ്റ്റർ അറ്റ് വർക്ക്, അതൊരു ഡോക്യുമെന്ററി ആണ്. ആരുടേതാണെന്ന് അറിയാമോ? ഞാൻ നാടകം എടുത്ത സമയത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മാണി മാധവ ചാക്യാർ ദി മാസ്റ്റർ അറ്റ് വർക്ക് എന്നുള്ള ജീവചരിത്ര സിനിമ അല്ലെങ്കിൽ ഡോക്യുമെന്ററി ബയോപിക് എടുത്തതാരാ? മലയാളത്തിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു നാടകകൃത്താണ്. തനത് നാടകവുമായി ബന്ധപ്പെടുന്ന ഒരാളാണ്. ആരാണ് അദ്ദേഹം? മാണി മാധവ ചാക്യാർ മാസ്റ്റർ അറ്റ് ദി വർക്ക് എന്നുള്ളത് കാവാലമാണ് കേട്ടോ. കാവാലമാണ് ആ ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. ഓക്കെ, നാട്യകൽപദ്രുമ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് കൂടിയാട്ടത്തിന്റെ ലക്ഷണ ഗ്രന്ഥം എന്ന് പറയാവുന്ന ഒരു കൃതിയാണ് ഏത്? നാട്യകൽപദ്രുമ എഴുതിയിരിക്കുന്നത് മാണി മാധവ ചാക്യാരാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്തത്, പാമര ജനങ്ങളെ മയക്കി സാഹിത്യ ചെപ്പടി കാണിക്കുന്ന ഒരു മായാവിദ്യക്കാരനാണ് ധർമ്മരാജാവിന്റെ കർത്താവ് എന്ന് CV-യെ വിമർശിച്ചതാര്? അപ്പോഴും ഞാനിത് CV-യെ കുറിച്ചിട്ടുള്ള 3ാമത്തെ ചോദ്യം നോക്കൂ. CV-യുടെ വിമർശനം ചോദ്യം വരാറുണ്ട് എന്ന് പറയാറുണ്ട്. പറഞ്ഞേ, പാമര ജനങ്ങളെ മയക്കി സാഹിത്യ ചെപ്പടി കാണിക്കുന്ന ഒരു മായാവിദ്യക്കാരനാണ് ധർമ്മരാജാവിന്റെ കർത്താവ് എന്ന് CV-യെ വിമർശിച്ചതാരാ? CV ഒരു ചെപ്പട വിദ്യക്കാരനാണ്. യെസ്, അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അദ്ദേഹമാണ് ധർമ്മരാജ നോവലിനെ നിഷിദ്ധമായി വിമർശിച്ചത്. ധർമ്മരാജ നോവലിനെ നിഷിദ്ധമായിട്ട് വിമർശിച്ചത് ആരാണ് മക്കളെ? യെസ്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്. സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ള. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഇനി സ്വദേശാഭിമാനി ഏത് പേരിൽ ഏത് തൂലികാനാമത്തിലാണ് എഴുതിയിരുന്നേ? കേരളനാണ്. കേരളൻ. ഓക്കെ, ഇനി സ്വദേശാഭിമാനി പത്രം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്വദേശാഭിമാനി പത്രവും എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. K. രാമകൃഷ്ണപിള്ള അതിന്റെ പത്രാധിപരായിരുന്നു. ഈ ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നുള്ള മുഖവാക്യമുള്ള പത്രമായിരുന്നു ഏത്? സ്വദേശാഭിമാനി പത്രം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? വൃത്താന്ത പത്രപ്രവർത്തനം. ഓക്കെ, മലയാളത്തിലെ പത്രപ്രവർത്തനത്തിന്റെ
ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് ഏത്? വൃത്താന്ത പത്രപ്രവർത്തനം. ക്ലിയർ അല്ലേ? യെസ്. കാറൽ മാർക്സിന്റെ ജീവിത ചരിത്രം മലയാളത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഇനി ധർമ്മരാജ എന്ന് പറയുന്ന കൃതിയെ സാഹിത്യത്തിലെ ചെപ്പടി വിദ്യക്കാരനാണ് എന്ന് സാഹിത്യത്തിലെ ചെപ്പടി വിദ്യക്കാരനാണ് എന്ന് ധർമ്മരാജ എന്ന കൃതിയെ മുൻനിർത്തി പറഞ്ഞത് ആരാണ്? യെസ്, ആരാണ് പറഞ്ഞത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഇനി CV-യുടെ മറ്റൊരു കൃതി ഏതാണ്? കുറുപ്പില്ലാ കളരി എന്ന് പറയുന്ന CV-യുടെ പ്രഹസനം. അതിനെ ആഭാസ ഗ്രന്ഥം എന്ന് വിളിച്ചു. CV-യുടെ കുറുപ്പില്ലാ കളരിയെ എന്ത് വിളിച്ചു മക്കളെ? ആഭാസ ഗ്രന്ഥം എന്ന് വിളിച്ചു. ഇനി CV-യുടെ ഭാഷ വഴിവാണിഭക്കാരുടെ ഘോഘോ വിളി പോലെയാണ്. CV-യുടെ ഭാഷ വഴിവാണിഭക്കാരുടെ ഘോഘോ വിളി പോലെയാണ് എന്ന് പറഞ്ഞതാരാ? അതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ബാലാകലേശം നാടകം, പണ്ഡിറ്റ് KP കറുപ്പന്റെ ബാലാകലേശം നാടകമല്ല എന്നും നാടക ഗുണങ്ങളില്ലാത്ത കൃതിയാണ് എന്നും പറഞ്ഞതാരാ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഓക്കെ, ബാലാകലേശം നാടകമല്ല എന്നും നാടക ഗുണങ്ങൾ ഇല്ലാത്ത കൃതിയാണ് എന്നും പറഞ്ഞു. ഈ നാടകത്തെ വാലകലേശം എന്നും വിശേഷിപ്പിച്ചു. പണ്ഡിറ്റ് KP കറുപ്പന്റെ ബാലാകലേശം നാടകത്തെ എന്ത് വിളിച്ചു? വാലകലേശം എന്ന് വിളിച്ചു. ക്ലിയർ അല്ലേ? യെസ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അടുത്തത് 69ാമത് ചോദ്യം. മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കൃതി ഏത്? മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കൃതി ഏത്? മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കൃതി ഏത്? പറഞ്ഞേ. മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കൃതി: ഘോഷയാത്ര, സ്യമന്തകം, കല്യാണ സൗഗന്ധികം, രുക്മണി സ്വയംവരം. നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ, ഓരോ തുള്ളൽ കൃതികളും ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് എന്നൊക്കെ പഠിച്ചു വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെ പഠിച്ചിട്ടുണ്ട്? മോഹിനിയാട്ടത്തെ കുറിച്ച് പറയുന്ന തുള്ളൽ കൃതി അറിയോ? ഏത് കാവ്യത്തിലാണ് മോഹിനിയാട്ടത്തെ കുറിച്ച് പറയുന്നത് എന്ന്? യെസ്, ഘോഷയാത്രയിലാണ്. ഘോഷയാത്രയിലാണ് കേട്ടോ പറയുന്നത്. ഘോഷയാത്രയിലാണ് പറയുന്നത്. അപ്പൊ ഘോഷയാത്ര ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാ? ഘോഷയാത്ര ഓട്ടംതുള്ളലാണ്. ഘോഷയാത്ര ഓട്ടംതുള്ളല്. ഇനി സ്യമന്തകമോ? അതും ഓട്ടംതുള്ളൽ കൃതിയാണ്. സ്യമന്തകം. കല്യാണ സൗഗന്ധികം, കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലാണ്. ഇനി രുക്മണി സ്വയംവരം എന്ത് കൃതിയാ? ഓട്ടൻ തുള്ളൽ കൃതിയാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിലെ വേറിട്ട് നിൽക്കുന്നത് ഏത് എന്ന് ചോദിച്ചാൽ കല്യാണ സൗഗന്ധികാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഓട്ടൻ തുള്ളൽ കൃതികളാണ്. യെസ്. അതീശത്വം എന്ന പദം കൊളോണിയലിസത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച ചിന്തകനാര്? ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതീശത്വം എന്ന പദം കൊളോണിയലിസത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച ചിന്തകനാര്? അതീശത്വം എന്ന പദം കൊളോണിയലിസത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച ചിന്തകനാര്? യെസ്, അന്റോണിയോ ഗ്രാംഷിയാണ്. അതീശത്വം, ഹെജിമണി, ഈ സിദ്ധാന്തങ്ങളൊക്കെ ആരുടേതാണ്? അന്റോണിയോ ഗ്രാംഷിയുടേതാണ്. അതീശത്വം എന്ന പദം കൊളോണിയലിസത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചത് ആരാണ്? അന്റോണിയോ ഗ്രാംഷിയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ 15ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.